ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. അത് ഇവിടെ മാത്രമല്ല അതിശക്തമായ നിലപാട് സ്വീകരിച്ചത്. പാലക്കാട് സ്കൂളിൽ RSSൻ്റെ സ്കൂളിൽ ബോംബ് കണ്ടപ്പോഴും അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ആ സ്കൂളിൻ്റെ NOC ഞാൻ റദ്ദാക്കും, ആ DD റിപ്പോർട്ട് വരട്ടെ. അത് പറഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായി. ആ സ്കൂൾ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും ആ കേസിൽ എന്തെങ്കിലും മുന്നോട്ട് പോയോ? ആ സ്കൂളിൻ്റെ NOC മന്ത്രി വി ശിവൻകുട്ടി റദ്ദാക്കിയോ? അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. 2 മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഈ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിന് ആ പറയുന്ന വാക്കുകളുടെ അർത്ഥമല്ല ഉള്ളത്, അതിന് രാഷ്ട്രീയമായ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവർക്ക് വോട്ട് വേണം. മന്ത്രി വി ശിവൻകുട്ടി അത് ഉറച്ചു പറയുന്നുണ്ടെങ്കിൽ, RSSനെതിരെ ഉറച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ വിഷയത്തിൽ ഹിജാബ് ധരിക്കുന്ന ഒരു കുട്ടിയുടെ മൗലികാവകാശത്തിനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തോട് അത് പറയാൻ പാർട്ടി നിയോഗിച്ചതാണ്. മറ്റാരും അത് പറയുന്നുമില്ല, ശ്രദ്ധിക്കണം. മന്ത്രി വി ശിവൻകുട്ടി മാത്രമല്ല അത് സംസാരിക്കേണ്ടത്, വേറെ ആരൊക്കെ സംസാരിക്കേണ്ടതുണ്ട്? വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുണ്ട് കേരളത്തിൽ. അവരെന്തെങ്കിലും പറഞ്ഞു? ഒരു പെൺകുട്ടിക്കാണ്, ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരിട്ടൊരു മൗലികാവകാശ ലംഘനമാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി എന്തെങ്കിലും പറഞ്ഞു? എന്തുകൊണ്ടാണ് വി ശിവൻകുട്ടി മാത്രം അത് പറയുന്നത്? അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി കൊടുത്തിട്ടുള്ള മാൻഡേറ്റാണ് ഇതിങ്ങനെ പറയുക, RSSനെതിരെ സംസാരിക്കുക, ഇത്തരം ന്യൂനപക്ഷങ്ങളുടെ മൗലികാവകാശ ലംഘനങ്ങളിൽ ആഞ്ഞടിച്ചേക്കുക, എന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? ആഫ്റ്റർ ഓൾ എന്താ സംഭവിച്ചത്? ഒന്നും നടന്നിട്ടില്ല. മന്ത്രി ഇന്നും പറഞ്ഞത് എന്താണ്? അല്ല, അത് എൻ്റെ നിലപാട് അത് തന്നെയാണ്, പിന്നെ പ്രശ്നം തീരുവാണെങ്കിൽ തീരട്ടെ. അതല്ലോ അതിലൊരു നിലപാട്. മന്ത്രി എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്ററാണ്. മന്ത്രി അവിടെ നീതി നടപ്പാക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ്, ഡയലോഗ് അടിക്കുന്ന ആളല്ല. അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭരണപരമായ കഴിവുകൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും എന്താ പറയുക കാര്യപ്രാപ്തിയുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളല്ല ആവശ്യം, നടപടികളാണ്. ആ നടപടികൾ എടുക്കാൻ കഴിയില്ല. പകരം അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെൻറ്റ് നടത്താനാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മാൻഡേറ്റ്. അതിന് അദ്ദേഹത്തിനും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹം നിയമത്തിൽ ചിലപ്പോൾ മത്സരിച്ചേക്കും. അടുത്ത തവണ അദ്ദേഹം നിയമത്തിൽ മത്സരിച്ചേക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികാരങ്ങൾ ഇതിനുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ വിഷയം എടുത്താൽ കോൺഗ്രസിനെ കൂടി ഇതിൽ വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. കോൺഗ്രസ് എന്ത് സ്വീകരിച്ച നിലപാട് അത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? ഈ രക്ഷിതാവിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, നിങ്ങൾ ഈ തൽക്കാലം ഈ പ്രശ്നമാക്കാതെ അവിടെ ഹിജാബ് ഇടാതെ പൊക്കോളൂ. അതല്ലല്ലോ ഒരു കോൺഗ്രസ് നേതാവ് അവിടെ പറയേണ്ടത്.